എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ വന്നിട്ട് ഇവിടെ മൊത്തം ഡേർട്ടായിരുന്നു. അതൊക്കെ ഞാൻ മൈൻഡ് ചെയ്ത് കഴിഞ്ഞ് ക്ലീനാക്കി വെച്ചു. ഞാൻ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടാണോ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തുള്ളൂ. പക്ഷേ പ്രശ്നമായിപ്പോയെന്ന്. എന്തായാലും കുഴപ്പമില്ല, എന്ത് ചെയ്യാനാ, അത് പോയതല്ലേ. ഇതിനൊക്കെ നമുക്ക് ഇപ്പം നമ്മളുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് ഞാൻ വന്നിട്ട് ആ വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഫോം ഉണ്ടാക്കി, പക്ഷേ എനിക്കത് കാണാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഒന്ന് ഇവിടെ ആദ്യം തന്നെ മട്ടൊക്കെ എന്താ മൈൻഡ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ആക്കി. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം അതായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ഇത് ഇവിടെയൊക്കെ കോൺസ്റ്റോൺ വെച്ച് നിറച്ചു. അടിഭാഗം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ അടിയിൽ എനിക്ക് തടയാൻ പറ്റില്ല. അടിയിൽ ഡേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കോൺസ്റ്റോൺ വെച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീരത്തൊന്നുമില്ല, അങ്ങനെയൊക്കെ അപ്പോൾ ഇതിന് തന്നെ എനിക്ക് കുറേ കൊളസ്ട്രോൾ വേസ്റ്റായി. എന്തെങ്കിലും കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഉണ്ടാക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പുതിയൊരു കൊളസ്ട്രോൾ ജനറേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനാണ് ഏറ്റവും കൂടുതൽ കഷ്ടം വേസ്റ്റ്. ഇതിപ്പോൾ ഇത്രയും വലുതായി, അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്കറിയാം. എന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് ഞാൻ അടുത്തൊരു വേൾഡിലോട്ട് ഒരു സ്പേസിലോട്ട് പോലും കൊണ്ടുപോകും. കുത്തിന്ന് മൈൻഡ് ചെയ്തോണ്ടിരിക്കാം. ഇതിങ്ങനെ മാറ്റിയപ്പോൾ ഈ സ്ലാബിൻ്റെ മണ്ടയിൽ കൂടെ ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല വെക്കാൻ. അവസാനം ദേഷ്യം വന്നിട്ട് അവസാനം ഇതേമാതിരി ഞങ്ങൾ ഉണ്ടാക്കി. നമുക്ക് റീബിൽഡ് ചെയ്യാറുണ്ട്. അവസാനം ഇതേമാതിരി ഒരു കോളത്തിൽ എത്തിച്ചു. ഇവിടെ നിന്ന് കുറേ മെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ മെയിനാണ്. അപ്പോൾ അവിടെയും പ്രശ്നമുണ്ട്. അത് നമുക്ക് ഒന്ന് ശരിയാക്കാനുണ്ട്. ട്രാപ്പ് ഡോർ കൂടെ എൻ്റെ കയ്യിലൊക്കെ. പിന്നെ പറഞ്ഞാൽ എനിക്ക് കുറച്ച് അയൺ കിട്ടിയായിരുന്നു. അയൺ വന്നിട്ട് എങ്ങനെ കിട്ടിയെന്ന് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞാൻ വാട്ടർ ഒഴിച്ച് അങ്ങോട്ടേക്ക് പോയായിരുന്നു. അപ്പം എനിക്ക് ആ ഒരു ബിൽഡിൽ നിന്ന് എനിക്ക് കുറച്ച് അയൺ കിട്ടിയിരുന്നു. അതുവഴി ഞാൻ ഇങ്ങനെ വന്നിട്ട് എന്താ അവിടെ ലാവ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളം ഇവിടെ ഞാൻ ആ ബക്കറ്റിനകത്ത് നിന്ന് എടുത്തിട്ട് ഇവിടെ അങ്ങ് ഒഴിച്ചപ്പോൾ എനിക്ക് 2 എണ്ണം എക്സ്ട്രാ ആക്കാൻ പറ്റി. എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ടല്ലോ. എന്തായാലും ഇതുണ്ട് ഇപ്പോൾ കയ്യിൽ. ഇത് വന്നിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് എന്തായാലും ഒടിക്കിട്ട് അത് ആവശ്യമുണ്ട്. ലാവ ബക്കറ്റാണ് ഏറ്റവും സേഫ്. അതങ്ങ് എടുത്ത് വെച്ചേക്കാം. പിന്നെ തിരിച്ചു പോവുക. തിരിച്ചു പോയിട്ട് ഇവിടെ പോവുക. പിന്നെ എടുക്കുക. 2 എണ്ണം അങ്ങ് എടുത്തേക്കാം. എന്നിട്ട് ഇവിടെ ഓപ്പൺ ഇത് തന്നെ വെള്ളം കൊണ്ടേക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ ജസ്റ്റ് നോക്കട്ടെ. ജസ്റ്റ് ഒന്ന്
ഏത് സൈഡിലോട്ട് ഉണ്ടാകും ഗൈസ്? നമുക്ക് ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കാം അല്ലേ? ജനറേറ്ററിന്റെ അടുത്തോട്ടേക്ക് ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും തോന്നുന്നു. കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ സ്റ്റോൺ വെച്ചാൽ നമ്മുടെ പഴയ ഉടായ്പ വരാൻ എടുക്കുന്ന സമയത്ത് ഒരു ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കൊക്കേൻ്റെ അകത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബക്കറ്റും കൂടെ ആവശ്യം വരും. എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ടവലിൽ വെള്ളം നമ്മുടെ പഴയ ഉപയോഗിക്കണം. അതെനിക്ക് ഞാൻ മറന്നു പോകുമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പഠിച്ചു നോക്കട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടർ എടുത്തു. എന്തോ പറഞ്ഞാലിവിടെ മറ്റേ ഇതുണ്ടായിരുന്നപ്പോൾ ഇവിടെ കുറച്ച് ആടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിന്റെ വൂളൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ? ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. ഈ ടോസ് നമുക്ക് തൊട്ടു ഇവിടെ നിന്ന് വെച്ച് പോകണം. ഇവിടെ നിന്ന് 19 ബ്ലോക്ക് നമ്മൾ ഉള്ളോട്ട് പോകണം. അപ്പോൾ ഇനി അങ്ങനെ പോകും. 1 2 3 4 5 6 7 ഓക്കെ. ഇത് 19 ബ്ലോക്ക് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത് ബ്ലോക്ക് ഉണ്ടോ? കയ്യിലുള്ള ബ്ലോക്ക് ഉണ്ട്. ഓക്കെ. എന്താ വെച്ച് കഴിഞ്ഞാൽ കുഴിഞ്ഞിരിക്കുക ഇങ്ങനെ എന്നിട്ട് ഇവിടെ നിന്ന് ഇല്ല. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും മൈൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇനി താഴെ കുറേ ഇതിനൊക്കെ വെട്ടിക്കലാണല്ലോ. സ്കെലിറ്റൻ ഇല്ലെങ്കിൽ എനിക്ക് പേടിയില്ല. ഉണ്ട് എന്തായാലും മരത്തിന് മുകളിലോട്ട് ചേർന്നോ ബാട്ടറി ചെയ്ത് താട്ടണം. അങ്ങനെ ഗൈസ് ഇതാ സ്റ്റോൺ ഇത്ര ആക്കിയിട്ടുണ്ട്. ഇത് മതിയാവുമായിരിക്കും തോന്നുന്നുണ്ട്. എത്ര നേരം അറിയാം കുട്ടിയെന്ന് മെയിൻ ചെയ്യുന്നത്. ഈ ഒരു ബക്കറ്റിന് ആവശ്യമില്ല. വെള്ളം തിരിച്ച് ഒഴിക്കാൻ പറ്റുമല്ലോ. എടുക്കാനല്ലോ കേട്ടോ. തിരിച്ച് വയ്ക്കാൻ പറ്റില്ലേ? ബക്കറ്റ് കയ്യിൽ
അപ്പം ഇതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങ് മുകളിലോട്ടേക്ക് അപ്പോൾ കയറിയേക്കാം. നമുക്ക് ഇങ്ങനെ മുകളിലോട്ടേക്ക് കയറി പോയാൽ മതി. ഞാൻ അതിൻ്റെ മണ്ടക്കൊക്കെ നേരത്തെ കയറിയിരുന്നു. അപ്പോൾ അതേമാതിരി ഞാനിതാ വീണ്ടും തിരിച്ച് കയറി പോകുന്നുണ്ട്. തിരിച്ച് കയറ് രാവിലെ ജസ്റ്റ് ഗ്രാഫ്റ്റിംഗ് ബോർഡ് നോക്കിയിട്ടാണ് വെച്ചേക്കാം. എന്നിട്ട് നമ്മുടെ സ്ലാബ് എന്ത് ചെയ്യും? സ്ലാബ് ഉണ്ടാക്കിയെന്നൊക്കെ സ്ലാബ് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വേറെ വല്ല ബ്ലോക്കും വെച്ചാൽ കിട്ടുന്നുണ്ട്. നമുക്ക് സ്ലാബ് വെച്ചിട്ട് ഇന്ന് കാണാം ഗൈസ്. സ്ലാബ് വെച്ചിട്ട് നമുക്കിനി കാണാം ഗൈസ്. എനിക്കൊന്ന് ക്രിയേറ്റീവ് ആവേണ്ട ആവശ്യം വന്നുപോയി. ഈ ഫാൻറ്റും വന്ന് എന്നെ കൊന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഞാൻ അപ്പോൾ താഴോട്ടേക്ക് പോയി ഭാഗ്യത്തിന് ഇവിടെയാണ് വീണത്. അതുകൊണ്ട് എൻ്റെ ഐറ്റംസൊക്കെ എനിക്ക് തിരിച്ചു കിട്ടും. പക്ഷേ ഫാൻറ്റും കാരണം ഞാൻ ക്രിയേറ്റീവായിട്ട് ഞാൻ ബെഡ് ഉണ്ടാക്കി. എനിക്ക് മറ്റേ ചലന്തീനെയും കിട്ടുന്നില്ല, സ്പൈഡറിനെയും കിട്ടുന്നില്ല, എനിക്ക് ഒരു ആടിനെ പോലും കിട്ടുന്നില്ല. അവസാനം ഏകദേശം വന്ന് ഞാൻ ക്രിയേറ്റീവ് പോയി ബെഡ് ഉണ്ടാക്കി. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്റ്റ് നേരെ വെക്കാം ഗൈസ്. എന്ന് വെച്ചാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ വെച്ചിട്ട് ഈ സ്ലാബ് വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് അങ്ങനല്ലേന്ന് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് തെറ്റ് പറ്റിപ്പോയി. ശരിക്കും പറഞ്ഞാൽ അവിടെ വേറെ മരം ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കട്ടെ ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേറെ പരിപാടിയിലോട്ട് കിടക്കാൻ. അതിന് ശേഷമാണ് സ്ലാബൊക്കെ വെക്കേണ്ടത്. ഞാൻ പോയിട്ട് പൊട്ടന്മാരെ പോയിട്ട് അവിടെ കൊണ്ട് മറ്റേടത്തെ പരിപാടി അങ്ങ് കെട്ടിച്ച്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പണി കിട്ടി. കുഴപ്പമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ആവട്ടെ നമുക്ക്. ഷിറ്റ് പൊട്ടിക്ക് കിട്ടി. ഓക്കെ ഇരിക്കുക. ഇതൊക്കെ കൊടുക്കാം. ഇവിടെ വെച്ച് ഇതങ്ങ് പൊട്ടിക്കണം. അത് പൊട്ടിച്ചിട്ട് ഇതങ്ങ് വെക്കുക. എന്നിട്ട് മൊത്തം അങ്ങ് വെച്ചിട്ട് ഇങ്ങോട്ട് കഴിയാറായി ഇനിയുണ്ട് മാസമുണ്ട് പറയും. ഓക്കെ ഈ ഓക്കെ കറക്റ്റ് നല്ലത് തന്നെ. ഈ ബ്ലോക്ക് കൂടി ഇരിക്കാൻ വേണ്ടി ഇതേമാതിരി എനിക്ക് അവിടെ ചെയ്യണം, ഇവിടെ ചെയ്യണം. ഞാനിങ്ങനെ വെച്ചിട്ട് ഇനി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഞാൻ ഇതിൻ്റെ 4 സൈഡിലും ഇത് വെച്ച് നിറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താ കാട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ഞാൻ തുറന്ന പണി കഴിഞ്ഞത്. ഇനിയാണ് മെയിൻ പണി വരാൻ പോകുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്കെലിറ്റൻ ഒരു സ്പൈഡർ സോണാതിരിക്കണമെങ്കിൽ നമുക്ക് വൂളിൻ്റെ ഒരു കാർപ്പറ്റ് വേണം. പക്ഷേ കാർപ്പറ്റ് ഇപ്പോൾ ഉണ്ടാകാനുള്ള വൂളില്ല. അതൊക്കെ പോകുമ്പോൾ ഞാൻ പേര് കൊണ്ടത് അതോ വേറെ പറയാൻ കിട്ടാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിലൊക്കെ അത് പറ്റുന്ന കാർപ്പറ്റ് നോക്കാമെങ്കിൽ ഞാൻ തോന്നുന്നില്ല. തോന്നുന്നില്ലെങ്കിൽ ഫോൺ അതിന് ഞാൻ എവിടെ പോകുന്നതാണ് എനിക്കറിയാം. ഇപ്പോൾ താവട്ടേക്ക് അങ്ങനെയൊക്കെ നിൽക്കാൻ ഒരു കാര്യമില്ല. ഇനി മണ്ടം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഉണ്ടാക്കാൻ വലിയ പ്രശ്നമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ മണ്ടം ഉണ്ടാക്കാൻ എനിക്ക് കുറേ ഇതൊക്കെ സ്പോണായിരിക്കും. പക്ഷേ ഞാനൊക്കെ വെള്ളം കൊണ്ട് വെച്ചിട്ട് അപ്പോൾ സ്പോണാകുന്ന താഴെ നിന്നോ
അവിടേക്ക് എത്തി ഗൈസ്. അയ്യോ ഗൈസ് ഇപ്പം ചത്ത് കുറഞ്ഞുണ്ടാക്കിയാറ് ഇപ്പം. അയ്യോ ഗൈസ് നല്ല പൊട്ടനായിപ്പോ കേട്ടോ. വെരി ഗുഡ്. ഞാൻ അതുണ്ടാക്കിയതും പിന്നെ മണ്ടയ്ക്ക് ഷീർ വെച്ചതും ട്രാപ്പ് ഡോർ വെച്ചതും ഒന്നും ഞാൻ എടുത്തില്ല. വെരി ഗുഡ്. സ്റ്റക്കാക്കി വെച്ചിട്ട് അവിടെ പോയിട്ട് എല്ലാ പണി എടുത്തിട്ട് വന്ന് വെക്കുന്നത് നല്ലത് തന്നെ. അങ്ങനെ പൊളിച്ച് നല്ല അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഫുഡ് ഫുഡുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ പോയി ഉണ്ടാക്കാൻ പറ്റും. കുഴപ്പമില്ല. ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഷീപ്പ് ഫാം ഉണ്ടാക്കിയപ്പോൾ ചില വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ പന്നിക്കുട്ടനെയും കിട്ടി, പിഗിനെയും കിട്ടി, പിന്നെ നമ്മളെ സ്വന്തം ഷീപ്പിനെയും കിട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ പുതിയത്. ഓക്കെ ഇനിയിപ്പോൾ അതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറണം. മണ്ടയ്ക്കോട്ട് കയറിയിട്ട് ബാക്കി പണി അവിടെ നോക്കാം ഗൈസ്. ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഇനി നാളെ വൈകിട്ട്